ഹായ് ഹരികുമാർ സർ. നമസ്കാരം. സർ, സുനാമി സമയത്ത് ആൻഡമാൻസിലായിരുന്നു. ആ ഒരു ഓപ്പറേഷനിലായിരുന്നു. നമ്മുടെ ധീര ജവാന്മാർ നമ്മളോട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. നമ്മുടെ കുട്ടികൾക്ക് അത് വലിയൊരു മോട്ടിവേഷനാണ്. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അതെ അതെ ഒരു വലിയ മോട്ടിവേഷനാണ്. അപ്പോൾ ആ ഒരു സമയത്തെക്കുറിച്ച് നമ്മളോട് ഒന്ന് പങ്കുവെക്കാമോ? എൻ്റെ പേര് ഹരികുമാർ, മാവേലിക്കര എന്നാണ്. ആർമി എന്ന് പറയുന്നത് നമ്മൾ രാജ്യസേവനത്തോടൊപ്പം തന്നെ നാച്ചുറൽ കലാമിറ്റീസ്, സുനാമി ആവട്ടെ, എർത്തുകുക്ക് ആകട്ടെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ 2018 വെള്ളപ്പൊക്കം ഉണ്ടായി. ഇങ്ങനെയുള്ള മേഖലകളിൽ ഞങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. ആർമി അതുപോലെ തന്നെ വന്ന് നമ്മൾ അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട്. അതിൽ 2000 ജാനുവരി 26 എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. ഞാനന്ന് രാജസ്ഥാനിൽ ട്രെയിനിങ്ങിലായിരുന്നു. ആ സമയത്ത് നമുക്ക് ആ ട്രെയിനിങ് ഏരിയ രാജസ്ഥാനിൽ നടക്കുന്ന സമയത്ത് ഒരു എർത്ത് മൂവ്മെൻ്റ് ഉണ്ടായി. വിതിൻ സെക്കൻഡിൽ അറിഞ്ഞു, ഇങ്ങനെ ന്യൂസ് ത്രൂ അറിഞ്ഞിട്ട് നമ്മൾ ഗുജറാത്തിലെ അഞ്ചാർ എന്ന ഡിസ്ട്രിക്റ്റിൽ ഒരു വിള്ളൽ വീണു. ഭൂമി നല്ലൊരു എർത്തുക്വക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ സെൻറ്റിമീറ്റർ വളരെ ഉയർന്നതായിരുന്നു. ഒരു അരമണിക്കൂറിന് ശേഷം ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടി ഗുജറാത്തിലേക്ക് എത്തണമെന്നും ബൈ എയർ മാർഗം. ഞങ്ങൾ എഞ്ചിനീയറിംഗ് സെക്ഷൻ ആയതുകൊണ്ട് JCB അതുപോലുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എയർ മാർഗം ജോധ്പൂർ ടു ഗുജറാത്തിലേക്ക് എത്തുകയായിരുന്നു. ആ സമയത്ത് അവിടെ 2000 ഉണ്ടായ ആ സംഭവം 8:20 എർത്തുക്വക്ക് ഉണ്ടായത്. ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങിയത് ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ്. ആദ്യമായിട്ട് ഞങ്ങൾ എയർപോർട്ട് ഇറങ്ങി അവിടെ നിന്ന് വന്ന് ബൈ റോഡ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ചെന്ന് നോക്കുമ്പോൾ ആ സ്കൂൾ മൊത്തത്തിൽ തകർന്നിരിക്കുകയായിരുന്നു. അവിടുത്തെ ക്ലോക്കുകളൊക്കെ കണ്ട 8:20 നിശ്ചലമായിരിക്കുകയാണ്. അതിലുള്ള കുട്ടികളും അതുപോലെ തന്നെ ആ പ്രാന്തപ്രദേശങ്ങളിലെ എല്ലാ വീടുകളും ഒരു വളരെ ദുഃഖപൂരിതമായിരുന്നു. അത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ഈ ജനുവരി 26 ഓർമ്മയിൽ അത് പ്രത്യേകിച്ച് എനിക്ക് മറക്കാനാവാത്ത വളരെ ആർമി ലൈഫിൽ ഉണ്ടായ ഒരു സംഭവമായിരുന്നു. അവിടെ ഒത്തിരി മരണപ്പെട്ട വീടുകൾ, പാരലൈസായി കിടന്ന ഒരു അമ്മയെ പൊക്കുവാൻ വേണ്ടി 2 പെൺകുട്ടികൾ ചെല്ലുന്നു. അവരെടുക്കാൻ നോക്കുന്ന സമയത്താണ് അതിൻ്റെ വീട്ടിലേക്ക് ഇടിഞ്ഞു വീഴുന്നതും. ഗർഭിണിയായ എത്രയോ കുട്ടികൾ അതിനകത്ത് മരിച്ചു കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ഡെഡ് ബോഡികൾ നമ്മുടെ കൈകൊണ്ട് എടുക്കേണ്ടി വന്നു. രാജ്യസേവനത്തിനൊപ്പം തന്നെ ഈ ചില നാച്ചുറൽ കലാമിറ്റിയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ അനുഭവം ഉണ്ടായി.